എക്സ് മുസ്ലിങ്ങൾ എന്ന പേരിലും യുക്തിവാദികൾ എന്ന പേരിലും കേരളത്തിൽ ഒച്ചയിട്ട് നടക്കുന്ന ചിലർ സ്വയം അവകാശപ്പെടുന്ന ഒരു പേരാണ് സ്വതന്ത്ര ചിന്ത എന്നത്. അവരങ്ങനെ സ്വതന്ത്ര ചിന്തയുടെ ആളുകളാണ് എന്നാണ് അവകാശപ്പെടുന്നത്. എന്താണ് ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ? സ്വതന്ത്ര ചിന്തകരെല്ലാം ഈ എക്സുകളെയും യുക്തിവാദികളെയും പോലെ തലയും വാലുമില്ലാതെ ഒച്ചയിട്ട് നടക്കുന്നവരാണോ? അതാണോ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്? നമ്മളുടെ ആരിഫ് ഇപ്പോൾ ലണ്ടനിൽ പോയി ചെയ്തതുപോലെ, രവിചന്ദ്രനും ജബ്ബാറും ഒക്കെ കാണിക്കുന്നത് പോലെ ഇതാണോ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്? സ്വതന്ത്ര ചിന്തകരെല്ലാം ദൈവനിഷേധികളും മതനിഷേധികളുമാണോ? ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ മതമുക്തമായ, ധാർമ്മികമുക്തമായ, നിഷേധപരമായ ചിന്ത എന്നാണ്. ഇവർ പ്രചരിപ്പിക്കുന്ന അങ്ങനെയാണ്. ഇതൊന്നുമില്ലാത്ത ചിന്തയാണ് സ്വതന്ത്ര ചിന്ത എന്ന്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ഈ സ്വതന്ത്ര ചിന്ത? ഒരു സ്വതന്ത്ര ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ കഴിയുന്ന രൂപം സ്വന്തം ബുദ്ധിയും യുക്തിയും തെളിവുകളുമൊക്കെ ഉപയോഗിച്ച് കാര്യങ്ങൾ വിലയിരുത്തി തീരുമാനത്തിലെത്തുന്നതിനാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. ഇതാണ് സ്വതന്ത്ര ചിന്ത എന്നാണ്. നമ്മുടെ ബുദ്ധി ഉപയോഗിക്കണം, യുക്തി ഉപയോഗിക്കണം, മുന്നിൽ വരുന്ന തെളിവുകൾ വിശദമായി പരിശോധിക്കണം. അതൊക്കെ പരിശോധിച്ച് വിലയിരുത്തി എത്തുന്ന തീരുമാനമുണ്ടല്ലോ, അതാണ് സ്വതന്ത്ര ചിന്ത, ശാസ്ത്രീയ ചിന്ത എന്നൊക്കെ പറയുന്നത്. ഇതാണ് സ്വതന്ത്ര ചിന്ത. ഇങ്ങനെ ചെയ്യുന്ന ഒരാൾ, അയാൾ മതവിശ്വാസിയാകാം, ദൈവനിഷേധിയാകാം, ഒന്നുമില്ലാത്ത അജ്ഞേയവാദിയാകാം, ഇതൊന്നുമല്ലാത്ത വേറെന്തെങ്കിലുമൊക്കെ ആകാം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ എല്ലാം ഇവരെ പോലെ ഈ ഒച്ചയിട്ട് നടക്കുന്ന ആളുകളായി മാറണമെന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ച് സ്വതന്ത്ര ചിന്ത നടത്തിയ ഒരാൾ ഇസ്ലാമുമാകാം, ഇസ്ലാമിൽ നിന്ന് പുറത്തും പോകാം. ഇസ്ലാമിൻ്റെ നിലപാടതാണ്. ഒരാൾക്ക് സ്വതന്ത്ര ചിന്ത നടത്താം, എന്നിട്ട് അയാൾക്ക് ഇസ്ലാമാകാം, അല്ലാതെ ഇസ്ലാമിൽ നിന്ന് പുറത്തും പോകാം അയാൾക്ക്. അത് അയാളുടെ സ്വാതന്ത്ര്യമാണ്. അതാണ് സ്വാതന്ത്ര്യം. വിശുദ്ധ ഖുർആനിൽ ഒരു വാക്ക് നോക്കൂ നിങ്ങൾ, ലാ ഇക്രാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു നിർബന്ധം ചെലുത്തലുമില്ല, അഥവാ മതം സ്വീകരിക്കാൻ ഒരു നിർബന്ധം ചെലുത്തലുമില്ല. ഒരാൾ മതത്തിന് പുറത്ത് നിൽക്കുന്ന ഒരാളെ മതത്തിനകത്തേക്ക് കൊണ്ടുവരാൻ ഒരു നിർബന്ധവും ചെലുത്തിക്കൂടാ. അതാണ് സ്വതന്ത്ര ചിന്ത. അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ കാര്യത്തിൽ. അതിന് ബാക്കി നോക്കുക, ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്, അസത്യത്തിൽ നിന്ന് വിവേകത്തിൻ്റെ വഴി വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടു പേർ തിരിച്ച് കാണിച്ചിട്ടുണ്ട് ഇസ്ലാം, അല്ലെങ്കിൽ ഖുർആൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇത് ശരി, ഇത് തെറ്റെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു നിർബന്ധവുമില്ല. ഫമൻ ഷാഅ ഫൽയുമിൻ ഫമൻ ഷാഅ ഫൽയക്ഫുർ, താല്പര്യമുള്ളവൻ വിശ്വസിക്കട്ടെ, താല്പര്യമുള്ളവൻ അവിശ്വസിക്കട്ടെ എന്നാണ് നിലപാട്. അത്ര സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനും പഠിക്കാനും വിലയിരുത്താനും സ്വീകരിക്കാനും തിരസ്കരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരുപോലെ നൽകുന്ന സ്വതന്ത്ര ചിന്തയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതാണ് സ്വതന്ത്ര ചിന്ത. ഇനി നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ ചിന്തിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്. വളരെ സ്വതന്ത്രമായി ചിന്തിക്കാനാണ് ആഹ്വാനം ചെയ്യുന്നത്. ഒന്നല്ല, അനേകം സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ കാണാം. ഖുർആൻ്റെ പാഠങ്ങളും പേജുകളുമൊക്കെ പരിശോധിക്കുകയും മറിച്ച് നോക്കുന്ന ഒരാൾക്ക് ഓരോ അധ്യായത്തിലും ഓരോ പേജുകളിലും ചിലപ്പോൾ കാണാം തഫക്കുർ അഫലാ തഫക്കുറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, അഫലാ തതദബ്ബറൂൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ. ഒന്ന് തഫക്കുറാണ്, ഒന്ന് തദബ്ബുറാണ്. എന്നിട്ട് പിന്നെ പറയുന്നു തഅഖുൽ അഫലാ തഅഖിലൂൻ, നിങ്ങൾ ഇതൊക്കെ കേട്ട് കാര്യങ്ങൾ ഉൾക്കൊണ്ട് മനസ്സിലാക്കുന്നില്ലേ എന്നാണ്. ഈ മൂന്ന് സ്റ്റേജും പറയുന്നുണ്ട്. തഫക്കുറും തദബ്ബുറും തഅഖുലും പറയുന്നുണ്ട്. മൂന്നും പറയുന്നുണ്ട്. ഇത് മൂന്നും ഖുർആൻ പലയിടങ്ങളിലായിട്ട് ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് വീണ്ടും ചോദിക്കുന്നു നോക്ക് നിങ്ങൾ പലയിടത്തും ഖുർആൻ, അമല കുലൂബിഹിം അഖ്ഫാലുഹ, ഇതൊന്നും ചെയ്യാതെ അവരുടെ മനസ്സ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? അവരുടെ മനസ്സ് താഴിട്ട് പൂട്ടിയിരിക്കുകയാണോ? വേറെ സ്ഥലത്ത് പറയുന്നു നോക്ക്, ബുദ്ധി ഉപയോഗിക്കാത്ത, ചിന്ത ഉപയോഗിക്കാത്ത, പഠിക്കാത്ത ആളുകൾ പറയുന്നത് ഉലൈക കൽ അൻആം ബൽ ഹും അദൽ, അല്ല, അവർ കന്നുകാലികളെപ്പോലെയാണ്, അല്ല അതിനേക്കാൾ മോശമാണ്. കന്നുകാലികൾക്ക് പ്രകൃതിവാസനയും ജന്മവാസനയും ഉണ്ട്, അതിനേക്കാൾ മോശമാണ് ഈ മനുഷ്യന്മാരെന്നാണ്. അപ്പോൾ ചിന്താ സ്വാതന്ത്ര്യവും സ്വതന്ത്ര ചിന്തയും ഒക്കെ ഇസ്ലാം അംഗീകരിക്കുന്നു. അതൊരിടത്തും വിമർശിച്ചിട്ടില്ല. ചിന്തയെ വിമർശിക്കുന്ന, ബുദ്ധിയെ വിമർശിക്കുന്ന
ഒരൊറ്റ വാക്ക് പോലും വിശുദ്ധ ഖുർആനില്ല. എന്നാൽ മറിച്ച് ഖുർആനിൽ ധാരാളം വാക്യങ്ങളുണ്ട്. അപ്പോൾ സ്വതന്ത്ര ചിന്തയാണ് ഇസ്ലാം. ഇസ്ലാം അല്ലാത്തതല്ല സ്വതന്ത്ര ചിന്ത. ഒരു മതവിശ്വാസി തൻ്റെ വിശ്വാസം അയാളുടെ പഠനത്തിലൂടെയും യുക്തിയിലൂടെയും ചിന്തയിലൂടെയും പരിശോധിച്ച് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധപൂർവം സ്വീകരിക്കുകയാണെങ്കിൽ അയാളെ പറ്റി പറയേണ്ടത് അയാൾ സ്വതന്ത്ര ചിന്തകനാണ്. അങ്ങനെയാണല്ലോ. അയാളുടെ പഠനവും പരിശോധനയും യുക്തിയും ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം അയാൾക്ക് ബോധ്യപ്പെട്ടത് അയാൾ സ്വീകരിച്ചു. അതയാളുടെ സ്വതന്ത്ര ചിന്തയാണ്. അങ്ങനെയാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത്. പിന്നെ ഈ ആളുകൾ വിചാരിക്കുന്നത് പോലെ അല്ല, തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ, ആളുകളുടെ മുമ്പിൽ തോന്നിപ്പിക്കുന്നത് പോലെ ഈ സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നത് എവിടെയും തൊടാത്ത ഒരു ചിന്തയാണ് എന്നാണ്. അങ്ങനെ സ്വതന്ത്രമായിട്ട് ഒരു ചിന്തയിൽ അവർ എത്തിച്ചേർന്നാണ്. ശുദ്ധ ആഭാസമാണ്. ചിന്താശേഷി ഇല്ലാത്തവർ പറയുന്നതാണ്. ബുദ്ധിയും ശാസ്ത്രവും അറിയാത്തവർ പറയുന്നതാണത്. അങ്ങനെ ഒരു ചിന്തയില്ല. എവിടെയും തൊടാത്തൊരു സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്ന ചിന്തയുണ്ടല്ലോ, അങ്ങനെ ഒന്നില്ല. എന്താ അതിന് കാരണം എന്നറിയാം നിങ്ങൾ? ഒരു മനുഷ്യൻ്റെ ചിന്തയെ സ്വാധീനിക്കുന്ന അനേകം ഘടകങ്ങളുണ്ട്, ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അയാളുടെ ജീവശാസ്ത്രപരമായ പരിമിതികൾ. ഒരു മനുഷ്യൻ്റെ ജന്മനാ കിട്ടുന്ന അയാളുടെ ജനിതകമായ പരിമിതികൾ, ജീവശാസ്ത്രപരമായ പരിമിതികൾ. അത് മസ്തിഷ്കത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെയും ഒക്കെ പരിമിതികളുണ്ട്. മസ്തിഷ്കം ഒരു വസ്തുവാണ്, തലച്ചോറ് ഒരു വസ്തുവാണ്. ആ വസ്തുവിൽ നിന്ന് പ്രസരിക്കുന്ന ചിന്തകളാണ് ഇയാളുടെ ചിന്തകൾ. അല്ല, ഇയാൾക്കൊരു സ്വാതന്ത്ര്യവുമായതില്ല. അയാളുടെ മസ്തിഷ്കത്തിൽ നിന്ന് പ്രസരിക്കുന്ന ബഹിർഗമിക്കുന്ന ചിന്തകളാണത്. ആ ചിന്തകളാണ് ചിന്തകൾ എന്ന് പറയുന്നത്. അതല്ലാതെ സ്വതന്ത്രമല്ലാതെ ആ മസ്തിഷ്കത്തിൻ്റെ ഘടനയും തോതും വ്യത്യാസവും ഒക്കെ അനുസരിച്ച് അതുണ്ടാകും. അതിൽ ഇയാൾക്കൊരു പങ്കുമില്ല. അയാളുടെ മസ്തിഷ്കം അങ്ങനെ ആക്കുന്നതിൽ ഇയാൾ ജനിക്കുമ്പോഴേ ഉള്ള മസ്തിഷ്കമാണ്, ജൈവികമായിട്ട് നിലനിൽക്കുന്നതാണ്. അതിൽ ഇയാൾക്കൊന്നുമില്ല. ആ പദാർത്ഥത്തിൻ്റെ മസ്തിഷ്കമെന്ന പദാർത്ഥത്തിൻ്റെ മാറ്ററിൻ്റെ പ്രകടനങ്ങളും തോന്നലുകളുമാണ് അയാളുടെ ചിന്ത. എന്തെങ്കിലും സ്വതന്ത്രമാവുന്നത്? അത് ഓരോരുത്തരും വ്യത്യസ്തമാവില്ലേ? എന്താണ് ഈ വിഡ്ഢിത്തങ്ങൾ തന്നെ ഈ യുക്തിവാദികൾ പറയുന്നത്? ഇനി മറ്റും നോക്കുക, ഒരാളുടെ ചിന്തയെ സ്വാധീനിക്കുന്നത് അയാളുടെ കുടുംബം, അയാൾ ജനിച്ച കുടുംബം, അയാൾ വളർന്നു വന്ന സംസ്കാരം, സാഹചര്യം, ആചാരങ്ങൾ, വളരെ ശൈശവത്തിലും പിന്നെ യുവത്വത്തിലും അതിനിടയ്ക്കുള്ള കാലഘട്ടത്തിലുമൊക്കെ അയാളുടെ മസ്തിഷ്കത്തിൽ അറിഞ്ഞും അറിയാതെയും ഒക്കെ അടിഞ്ഞുകൂടിയ ധാരണകളും ധാരണ പിശകുകളും ഇതൊക്കെ ഒരാളുടെ ചിന്തയെ സ്വാധീനിക്കും. നമ്മൾ ഈ ലോകത്ത് കാണുന്ന മനുഷ്യന്മാരൊക്കെ അങ്ങനെയാണ്. അവരാരും സ്വതന്ത്ര ചിന്തകരല്ല എന്ന് പറഞ്ഞുകൂടാ. ഈ 4 ഒച്ചയിട്ട് നടക്കുന്ന അബദ്ധങ്ങൾ തന്നെ പറയുന്ന ആളുകളല്ല. അവർക്ക് സ്വതന്ത്ര ചിന്തകരാണ്. ഇതൊക്കെ അവരുടെയൊക്കെ ചിന്തയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഇതിനൊക്കെ മുക്തമായിട്ടൊരു ചിന്ത നടത്താൻ മനുഷ്യന് കഴിയില്ല. പോരാ, ഒരു പ്രദേശത്ത് നിലനിൽക്കുന്ന വിദ്യാഭ്യാസ ശൈലിയും സമ്പ്രദായവുമുണ്ട്. അതിലൂടെയാണ് ഓരോരുത്തരും വിജ്ഞാനങ്ങൾ നേടുന്നത്. ആ വിദ്യാഭ്യാസ ശൈലിയും അയാൾക്കുണ്ടായ ജീവിതം അനുഭവങ്ങളും ഒക്കെ അയാളുടെ ചിന്തയെ സ്വാധീനിക്കുന്നുണ്ട്. ഇതൊന്നുമില്ലാത്തൊരു ചിന്തയില്ല. ലോകത്തെമ്പാടും നിലനിൽക്കുന്ന മൂല്യങ്ങളുണ്ട്, മാറ്റങ്ങളില്ലാത്ത തലമുറകളായിട്ട് നിൽക്കുന്ന വാല്യൂസ്, ഓരോരുത്തരും ആവിഷ്കരിച്ച തത്വചിന്തകളുണ്ട് ലോകത്ത്. ധാർമ്മിക ബോധമുണ്ട്, രാഷ്ട്രീയ സാമൂഹിക പഠനങ്ങളും ചിന്തകളും ലോകത്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ മുക്തമായിട്ടൊരാൾക്ക് സ്വതന്ത്ര ചിന്തയുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഒക്കെ സ്വാധീനം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാവും. അതിൽ നിന്നും മുക്തമായിട്ടൊരു സ്വാതന്ത്ര്യം അതൊക്കെ അവലംബിച്ചുകൊണ്ടുള്ള ചിന്തയുള്ളൂ. ചുരുക്കത്തിൽ എന്താ മനസ്സിലാകുന്ന കാര്യങ്ങൾ? ഈ എക്സ് മുസ്ലിങ്ങളും യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകളൊക്കെ വാരി വലിച്ചണിയുന്ന ഈ സ്വതന്ത്ര ചിന്ത എന്ന പേര് എല്ലാവർക്കും അവകാശപ്പെടാവുന്നതാണ്. അവർ കാണിക്കുന്ന ഈ ഒച്ചവെക്കലുകൾക്ക് ഒരു സ്വതന്ത്ര ചിന്തയുടെയോ ഒരു പേരുമില്ല. അവർ കാണിക്കുന്ന ധാർമ്മിക വിരുദ്ധ മതവിരുദ്ധ നിലപാടുകൾ, അതാണ് സ്വതന്ത്ര ചിന്ത എന്ന് പറയുന്നതിന് ഒരർത്ഥവുമില്ല. അങ്ങനെ ഒരു സ്വതന്ത്ര ചിന്തയില്ല. ഞാൻ വിശുദ്ധ ഖുർആൻ്റെ ഒരായത്ത് ഓർമ്മപ്പെടുത്തട്ടെ. ഫൈലസ്തജീബൂലക ഫഅലം അന്നമ യത്തബിഊന അഹ്വാഹും വമൻ അളല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്. അൽ ഖസസ് 50. ആശയം ഇതാണ്: നിൻ്റെ ഈ ആശയങ്ങളിലേക്ക് അവർ വരുന്നില്ലെങ്കിൽ, ഉത്തരം ചെയ്യുന്നില്ലെങ്കിൽ അറിയുക, തന്നിഷ്ടങ്ങളെ പിന്തുടരുകയാണ് അവർ ചെയ്യുന്നത്. ഹവൻ നഫ്സ് എന്നതിന് പറയാം.
തന്നിഷ്ടങ്ങൾ, മനുഷ്യനെ ഓരോരുത്തർക്കുമുള്ള തന്നിഷ്ടങ്ങളുടെ ദേഹേച്ഛ എന്ന് പറയും, ആ തന്നിഷ്ടങ്ങളെ പിന്തുടരുക മാത്രമാണ് അവർ ചെയ്യുന്നത്. തന്നിഷ്ടങ്ങളെ പിന്തുടരുന്നവനേക്കാൾ പിഴച്ച വഴിയിലെത്തി വഴി പിഴച്ചവരാരാളുള്ളത്? അള്ളാഹുവിൻ്റെ ഹിദായത്ത് സ്വീകരിക്കാതെ, ദൈവികമായ സന്ദേശങ്ങൾ സ്വീകരിക്കാതെ, മാർഗദർശനം ഗൈഡൻസ് സ്വീകരിക്കാതെ തന്നിഷ്ടമനുസരിച്ച് പോകുന്ന ആളുകളെക്കാൾ പിഴച്ചവരാരുണ്ട് എന്ന്. ആ പിഴച്ച ആളുകളാണ് ഇവർ, അല്ല സ്വതന്ത്ര ചിന്തകരല്ല. കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഇത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.